അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ ഒരു കറുത്ത കുട്ടി ഒരു പറ്റം ആടുകളെയും കൊണ്ട് ഇങ്ങനെ മേയുന്നത് കണ്ടു. അദ്ദേഹം അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഈ ആടുകളെ മേച്ചുകൊണ്ട് ആണോ ജീവിക്കുന്നത്? അതെ. എത്ര കാലമായി? കുറേ കാലമായി. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യൂ. അയാൾ ചോദിച്ചു, ഈ കുട്ടി ചോദിച്ചു, എന്ത് ചെയ്യണം? നീ എനിക്കൊരു ആടിനെ തരണം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ തരില്ല, അതിനെനിക്ക് അധികാരമില്ല, കാരണം ഈ ആടിൻ്റെ ഉടമസ്ഥൻ വേറൊരാളാണ്. അപ്പോൾ ഉമർ മനഃപൂർവ്വം പരീക്ഷണത്തിന് വേണ്ടി തന്നെ ചോദിച്ചു, അതിനെന്ത്? നീ ഒരു ആടിനെ എനിക്ക് തരുന്നു, ഞാൻ ആടിനെ കൊണ്ടുപോകുന്നു, നിനക്ക് ഞാൻ അതിൻ്റെ പൈസ തരുന്നു, നീ ആ പൈസ ഉപയോഗിച്ച് നിൻ്റെ കാര്യം നടത്തുക. യജമാനൻ ചോദിച്ചാൽ പറയണം, ചെന്നായ പിടിച്ചു പോയി എന്ന് പറയണം. അപ്പോൾ ഈ കുട്ടി പറയാണ്, അങ്ങനെയും ഞാൻ പറയില്ല, അത് നുണയാണ്, ദൈവം അറിയും. ഇദ്ദേഹം ഉമർ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോട് പറയുന്നത്, ആ കുട്ടി ഒരു മുസ്ലിമാണ് എന്നാണ്. മുസ്ലിമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് സാങ്കേതിക അർത്ഥത്തിലല്ല, ആ ഗുണം നോക്കിയിട്ടാണ്. അതുപോലെ ഈ ഗുണം നോക്കിയിട്ട് നമ്മളിങ്ങനെ നിർണ്ണയിക്കാൻ പോയാൽ കാരുണ്യമുള്ളിടത്തൊക്കെ നമുക്ക് ഇസ്ലാം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അഥവാ യഥാർത്ഥ മതമുണ്ട്, ആത്മീയതയുണ്ട് എന്ന് പറയേണ്ടി വരും. കാരുണ്യരഹിതമായ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ അയൽക്കാരനോടോ കൂടെ യാത്ര ചെയ്യുന്നവനോടോ, നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ്, അതുകൊണ്ട് എതിരെ വരുന്നവരോടോ നമ്മളുടെ പിന്നാലെ വരുന്ന വണ്ടിക്കാരോടോ ഒക്കെ കാരുണ്യരഹിതമായി പെരുമാറുന്നില്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്ന് പോകുന്നുണ്ട്. സുന്നി ഷിയ സംഘടന, പേഷാവാറിലെ ദാരുണമായ ദുരന്ത സംഭവം, അതുപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച, അതുമായി ബന്ധപ്പെട്ട കർസേവ, ഗുജറാത്തിലെ അരുങ്കൊല, നമ്മുടെ തൊട്ടടുത്ത നാദാപുരത്തുണ്ടായിട്ടുള്ള അരുങ്കൊലയും പിന്നീടുണ്ടായ വീട് കൊള്ളയടിയും വീട് നശിപ്പിക്കലും, ഇവിടെയൊക്കെ ഞാൻ കാണുന്നത് കാരുണ്യമില്ലായ്മയാണ്, ഇസ്ലാം ഇല്ലായ്മയാണ്. മഹാനായ ഇന്ത്യയുടെ ദേശീയ കവിയും ഖുറാനിൽ ആധികാരിക പാണ്ഡിത്യം നേടിയിട്ടുള്ള വ്യക്തിയുമായ മഹാകവി ഇക്ബാൽ ഒരിക്കൽ ഒരു വാചകം എഴുതിയത് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരുപക്ഷെ നിങ്ങൾ കേട്ടാലും ഒരുപക്ഷെ ഞെട്ടും. അദ്ദേഹം പറയുകയാണ്, ദ ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസം ഈസ് എ പ്രൊഫറ്റ് വിത്തൗട്ട് ഗബ്രിയൽ. കമ്മ്യൂണിസത്തിൻ്റെ സ്ഥാപകൻ ഒരു പ്രവാചകനാണ്, ഗബ്രിയേലിനെ കൂടാതെയുള്ള പ്രവാചകൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇക്ബാൽ അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നാണ്. ഇക്ബാൽ കാറൽ മാർക്സിൽ കണ്ടെത്തിയത് കാരുണ്യമാണ്, മർദ്ദിതരോടുള്ള കാരുണ്യം, അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും നിന്ദിതരോടും പീഡിതരോടുമുള്ള കാരുണ്യം. അവിടെ അദ്ദേഹം പ്രവാചകന്മാരെ അയച്ചത് ലോകത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് എന്ന തത്വത്തെ ഓർമ്മിക്കുകയും മാർക്സ് ഈ പ്രവാചക ഗുണത്തിൻ്റെ അംശങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, എവിടെയൊക്കെ കാരുണ്യം കൊണ്ട് തുടിക്കുന്ന ഒരു നെഞ്ചകവും മനുഷ്യത്വത്തിന് വേണ്ടിയുള്ളൊരു ദാഹവും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവേശവും ഉണ്ടോ, അവിടെയൊക്കെ ഇസ്ലാം ഉണ്ട്. അങ്ങനെയൊരു ഇസ്ലാം ആയിത്തീരുന്നതിൽ നമ്മൾ ജീവിതത്തിൽ ദിവസത്തിൽ 1 മണിക്കൂർ വിജയിക്കുന്നുണ്ടെങ്കിൽ ലോകം ഒരു സുന്ദരമായ പൂങ്കാവനമായിരിക്കും. നമുക്ക് അങ്ങനെ വിജയിക്കാൻ കഴിയുന്ന ഒരു ജീവിതാവബോധം സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ഈ സ്നേഹസംഗമം പരിപാടി അർത്ഥവത്തായി തീരട്ടെ എന്ന് ഇച്ഛിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. കേരളത്തിലുടനീളം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലെ സുപ്രധാനമായ കേന്ദ്രങ്ങളിൽ വെളിച്ചം സ്നേഹസംഗമം എന്ന പേരിൽ വിവിധ ആദർശങ്ങളിലും ആശയങ്ങളിലുമുള്ള പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ പ്രൗഢമായി കേരളത്തിൽ ഈയിടെ നടന്നു വരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഏഴോം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ടി വി രാജേഷ് MLA, ഈ സമ്മേളനത്തിൽ ആശംസ നേർന്ന് പ്രസംഗിച്ചിട്ടുള്ള ബഹുമാന്യനായ CV കുഞ്ഞിരാമൻ, ഈ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ നാസർ സലാഹി, ഈ സമ്മേളനത്തിൽ നമ്മളോട് ആശയപരമായി സംവദിച്ച ഫാദർ സക്കറിയ, ഒരുപാട് സദസ്സുകളിൽ ഒന്നിച്ചു പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ള സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിനി, ഈ പ്രദേശത്തുള്ള നല്ലവരായ സത്യാന്വേഷികളായ വ്യത്യസ്ത ചിന്തകളിലും വ്യത്യസ്ത ആദർശങ്ങളിലും ഒക്കെയുള്ള പ്രിയപ്പെട്ട മനുഷ്യ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ സ്വാമിജി ഒരുപക്ഷെ ചെറുക്ക് കാരണത്താൽ പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന ഒരു മഹാദുരന്തം ഇനി നമുക്ക് സംഭവിച്ചുകൂടാ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും സന്ദർഭം കഴിഞ്ഞ് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവർ പോകും. ഒരിക്കലും മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങളെ കേൾക്കാനുള്ള അവസരം ഉണ്ടാകാറില്ല. തിരക്ക് കാരണമായിരിക്കാം പലരും. നമ്മൾ ഈയിടെയായി സംഘടിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പറയാറുള്ളത് A to Z നിങ്ങൾ പങ്കെടുക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ
കാരണം അങ്ങനെ പങ്കെടുക്കാതെ പോയാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം ഒരിക്കലും നമ്മൾ മതത്തെയോ ദർശനങ്ങളെയോ പറ്റി പറയുന്നവരാകും ഒരിക്കലും അതെന്താണ് എന്നതിൻ്റെ സ്രോതസ്സുകളിൽ നിന്നോ ആചാര്യന്മാരിൽ നിന്നോ പഠിക്കാതെ പോവുകയും ചെയ്യും. അതൊരു മഹാദുരന്തമാണ്. അത് ഈടെ കുറഞ്ഞു വരികയാണ്. എല്ലാവരും ഇരിക്കുകയും കേൾക്കുകയും. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, സ്വാമിജി പറഞ്ഞ പോലെ ഉള്ളിലൊന്ന്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറൊന്ന്, എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ വേറൊന്ന്, അതൊരിക്കലും ആയിക്കൂടാ. അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഈ സംഘടന അഥവാ ഈ ആദർശ കൂട്ടായ്മ ഞങ്ങൾ പറയുന്നത് ഉള്ളിലുള്ളത് നിങ്ങൾ പുറത്തു പറയണം. അത് പറയേണ്ട മര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണം. എന്നിട്ട് സ്വതന്ത്രമായ ഒരു ചർച്ച ലോകത്തുണ്ടാകണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആശയപരമായ സംവാദങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അനാരോഗ്യകരമായ ഇടപെടലുകൾ ലോകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പാടില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി പറയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു വാചകം ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഖുർആനിലെ 41-ാം അധ്യായം. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായ നമ്പറുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്ത് ഒരു വെള്ളക്കടലാസിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ പറ്റി അധികം പരിചയമില്ലാത്ത ഇതര ദർശനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അത് എഴുതിയെടുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് ഇംഗ്ലീഷിലായാലും ഏത് ഭാഷയിലായാലും ഖുർആൻ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ സ്നേഹദൃഷ്ടിയെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം, അധ്യായത്തിലെ 34, 35, 36 വചനങ്ങൾ. വലാ തസ്തവിൽ ഹസനത്തു വലസയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഖുർആൻ പറയാണ് വലാ തസ്തവിൽ ഹസനത്തു വലസയ്യിഅ, അധർമ്മവും ധർമ്മവും സമമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അധർമ്മത്തെ ധർമ്മം കൊണ്ട് നിങ്ങൾ എതിർക്കുക, ചീത്തയെ ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ എതിർക്കുക. എന്നിട്ട് ഖുർആൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ എതിർത്താൽ, അതായത് നിങ്ങളെ ഇങ്ങോട്ട് ചീത്ത പറയും, അപ്പം നിങ്ങൾ തിരിച്ച് ചീത്ത പറയാമോ? നിങ്ങളെ എങ്ങോട്ട് തല്ലുന്നു, അപ്പോൾ നിങ്ങൾ തിരിച്ചു തല്ലാമോ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള വലിയൊരു പ്രശ്നം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് വലാ തസ്തവിൽ ഹസനത്തു വലസയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമാവില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം. എങ്കിൽ കഅന്നഹും വലിയുൻ ഹമീം, നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരും. നിന്നെ ഇങ്ങോട്ട് തെറി പറഞ്ഞിട്ടും നീ ക്ഷമയോടെ സഹനത്തോടെ നിന്നാൽ തീർച്ചയായും അവൻ ആലോചിക്കും, എന്തുകൊണ്ട് അവൻ എന്നെ തിരിച്ചു തെറി പറഞ്ഞില്ല എന്നവൻ ആലോചിക്കും. കണ്ടു നിൽക്കുന്നവരും നിന്റെ കൂടെ കൂടും. ഇത് ലോകത്തിലൊരു വലിയ തത്വമാണ്. ഖുർആൻ പറയുന്നത് ശത്രു നിന്റെ മിത്രമായി തീരും. പക്ഷേ ഖുർആൻ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സ്വഭാവം ആർക്കാ ഉണ്ടാവുക? വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അദീം. വമ്പിച്ച ഭാഗ്യവാനെ അങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഗാന്ധിജി ഒരു യാത്രക്കിടയിൽ ഒരു ബ്രിട്ടീഷുകാരൻ ഷൂട്ട് ചവിട്ടി, ഗാന്ധിജിയുടെ 2 പല്ലുകൾ കൊഴിഞ്ഞുപോയി. മോണ കാണിച്ച് ചിരിച്ച് രക്തമൊഴുകുന്ന ഗാന്ധിജി ചോദിക്കുകയാണ് സായിപ്പിനോട്, അല്ലയോ സായിപ്പേ, എൻ്റെ പരുക്കൻ പല്ല് തട്ടി നിന്റെ മൃദുലമായ കാല് വേദനിച്ചുവോ എന്ന് ചോദിക്കണം. മഹാത്മാഗാന്ധിയുടെ പല്ല് ചവിട്ടി കൊഴിച്ചതാണ് ആര്? സായിപ്പ്. എന്നിട്ടും മഹാത്മാഗാന്ധി ചോദിക്കുകയാണ്, അല്ലയോ സായിപ്പേ, നിന്റെ മൃദുലമായ നിന്റെ ശരീരം, നിന്റെ കാല് എൻ്റെ പരുക്കൻ പല്ലുകൊണ്ട് നിനക്ക് വേദനിച്ചുവോ എന്ന്. അതൊരു ഒരു മനുഷ്യനെ എത്താവുന്ന ഒരു പ്രത്യേക മേഖലയാണ്. മനുഷ്യനെത്താവുന്ന ഒരു പ്രത്യേക മേഖലയാണ്. മഹാത്മാഗാന്ധി ഏറെക്കുറെ അങ്ങനെ മനുഷ്യനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ലോകത്തിൽ സ്നേഹം, നേരത്തെ പറഞ്ഞ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് അചഞ്ചലമായി വിശ്വസിച്ച, കാരുണ്യം ശാപമാണ് എന്ന് വിചാരിച്ച ഹിറ്റ്ലറിന്റെ മനോഗതിയല്ല യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്കുണ്ടായി. നിശയുടെയും മനസ്സതായിരുന്നില്ല. ദയ, കാരുണ്യം ഇതൊക്കെ മനുഷ്യന് ഒരിക്കലും പാടില്ലാത്ത വികാരമാണ് എന്ന് പറഞ്ഞ ആളാണ് നിശേ. പക്ഷേ നിശേ മരിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കാരുണ്യം രൂപപ്പെട്ടിട്ടാണ്. അത് ലോകത്തിലെ വല്ലാത്തൊരു വിധിവൈപരീത്യമാണ്. ലോകം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. മനസ്സിലായില്ല? ഞാൻ പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് ഇസ്ലാം ബേസിക്കലി മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും കാതലായ കാര്യം. ഇവിടെ രണ്ടാമതൊരു വിഷയം, മനുഷ്യരെ നാം ഒന്ന് എന്ന് പറയുമ്പോൾ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ടല്ലോ. മനുഷ്യരെ നാം ഒന്ന് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ വ്യത്യസ്തരാണ്, യാതൊരു സംശയമില്ല. ഒരു ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കൾ എന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരും ചിന്തക്കാരുമാണ്. ഒന്നിച്ചു പോയി കൊള്ളണമെന്നില്ല ഇന്നത്തെ ലോകത്ത്.
അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ മനുഷ്യരെ നാം ഒന്ന് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹിന്ദുവിനെ സൃഷ്ടിച്ചൊരു ദൈവം വേറെയില്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചൊരു ദൈവം വേറെയില്ല. ക്രിസ്ത്യാനിയുടെ തുടക്കം ഒരച്ഛനും അമ്മയിൽ നിന്ന്, ഹിന്ദുവിന്റെ തുടക്കം ഒരച്ഛനും അമ്മയിൽ നിന്ന്, മുസ്ലിമിന്റെ തുടക്കം ഒരച്ഛനും അമ്മയിൽ നിന്ന്, അങ്ങനെയില്ല. മറിച്ച് മനുഷ്യകുലം ഈ ഭൂമുഖത്ത് വന്നിട്ട് 1,00,000 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പൊ മോഡേൺ സയൻസ് ലോകത്ത് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാറ്റിനെയും ശരിവെക്കാൻ നമ്മൾ ആളല്ലല്ലോ. കാരണം സയൻസ് എന്ന് പറയുന്നത് മാറി വരുന്ന കാര്യങ്ങളാണ്. ഇന്ന് കണ്ടെത്തിയത് നാളെ നിഷേധിക്കപ്പെട്ടേക്കാം. പക്ഷെ ഇവിടെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം ഞാൻ നിങ്ങളെ വായിച്ചു. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് CH കുഞ്ഞികൃഷ്ണക്കുറുപ്പ് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. അതൊരു സംക്ഷിപ്തമാണ്. W. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബിഗ് ബാങ് തിയറി മുതൽ തമോഗർത്തം വരെ എന്ന പുസ്തകമുണ്ട്. എല്ലാവർക്കും അറിയാമത്, സയൻസ് വിദ്യാർത്ഥികൾ. ഇവിടെ അദ്ദേഹം പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ പിറന്നു വീണിട്ട് 1,00,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ട് 1 ബില്യൺ വർഷമായി. അപ്പോൾ മനുഷ്യൻ വരുന്നതിന് മുമ്പേ ഭൂമിയുണ്ട്, അതിനു മുമ്പേ ആകാശമുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെയുണ്ട്. 1 വർഷം 1,00,000 വർഷമായിട്ടേ ഉള്ളൂ മനുഷ്യർ ഈ ഭൂമുഖത്ത് വന്നിട്ട്. ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആചാര്യൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഗ്രന്ഥത്തിലൊന്ന് ഖുർആനാണ്. കാരണം ലോകത്തിന്റെ മീഡിയകളും ലോകത്തിന്റെ ശത്രുക്കളും ഏത് കാലഘട്ടത്തിലും തിരിച്ചു വെച്ചിട്ടുണ്ട് അതിന് നേരെ. കാരണം അതിലെ തത്വങ്ങൾ ലോകമറിയരുത് എന്നവർ വിചാരിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളും ചൂഷണ സമൂഹത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പൗരോഹിത്യവും ഒരു കാലഘട്ടത്തിലും ഇസ്ലാം പഠിക്കാൻ ജനങ്ങളെ അവസരം ഉണ്ടാക്കില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ആ പദത്തിന്റെ അർത്ഥം തന്നെ ലോകത്ത് ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ഉണ്ട്. അതെല്ലാം വ്യക്തികളുടെയോ ഗോത്രങ്ങളുടെയോ ദേശങ്ങളുടെയോ ബൗണ്ടറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്, സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാലോ, നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ഉമർ ബിൻ ഖത്താബ് ആ കുട്ടിയിൽ മുസ്ലിമിനെ കാണുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാം ഖുർആൻ പറയുന്നുണ്ട് സൂര്യൻ മുസ്ലിമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മുസ്ലിമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചന്ദ്രൻ മുസ്ലിമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അനേക ഗോളങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 7 ഭൂമിയും 7 ആകാശവും മുസ്ലിങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ എന്താണ് ഖുർആൻ അർത്ഥമാക്കുന്നത്? സൂര്യൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ സൂര്യൻ ദൈവത്തിന്റെ കൽപ്പന ഒരിക്കലും തെറ്റിക്കുന്നില്ല. ലോകത്ത് എനിക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തെ പുറപ്പെട്ടാൽ പക്ഷേ തിരുവനന്തപുരത്തെത്തും, കണ്ണൂരെത്താൻ പ്രയാസമാണ്. നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? 9 കിലോമീറ്റർ തിരുവനന്തപുരത്തെത്തും, പക്ഷേ 4 കിലോമീറ്ററിൽ കണ്ണൂരെത്താൻ വലിയ പ്രയാസമാണ്. എത്ര വർഷമായി ആ കുരുക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ജില്ലയിൽ എന്താണ് ആ ട്രാഫിക് കുരുക്ക് വേറെ ഒരു നാട്ടിൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും വലിയ പ്രയാസമാണ് ഇവിടെ. ബൈ റോഡ് ഇങ്ങോട്ടെത്താൻ ട്രെയിന് കിട്ടിയ രക്ഷപ്പെട്ടു. ട്രെയിന് കിട്ടിയവനെ സ്തുതിക്കാം, അവൻ്റെ ജീവിതം തന്നെ ഒരുപാട് ആയുസ് നീട്ടി കിട്ടുവനെ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും ചിന്തിച്ചിട്ട് ഒടുക്കമില്ല. ഈ ജില്ലയിലേക്ക് പ്രവേശിക്കും ഇവിടെ എത്താനുള്ള ഒരു പ്രയാസം എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ബൈ റോഡ് വരുന്നവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വേറെ ഏത് നാട്ടിലേക്ക് നിങ്ങൾ പോയാലും ഇത്ര ഒരു ട്രാഫിക് ജാം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനറിയോ? കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ട്രാഫിക് ജാമും ഇല്ലാതെ സൂര്യൻ, വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായൊരു വാചകം പറയുന്നുണ്ട്. ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. പ്രപഞ്ചനാഥനായ അലീമായ ഹക്കീമായ എല്ലാം അറിയുന്ന സർവശക്തനായ പ്രപഞ്ചനാഥന്റെ കണക്കനുസരിച്ച് ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സൂര്യൻ കൃത്യമായി സഞ്ചരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ 6:40 ഉദയം എന്ന് പറഞ്ഞാൽ 6:35 ഉദിച്ചു പോവില്ല, ഇല്ല. 6:45 ആവുകയുമില്ല, 6:40 ഷാർപ്പ് അത് ഉദിച്ചിരിക്കും. എന്തുകൊണ്ട്? അപ്പൊ അത് വളരെ കൃത്യമാണ്. അവിടെ നമ്മളൊരു സയൻസ് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? സൂര്യന്റെ നിശ്ചിത ഉദയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ കാൽക്കുലേഷനുമായി ബന്ധമില്ല എന്ന് കൂടെ മനസ്സിലാക്കണം. കാരണം പ്രകാശ വേഗതയിൽ പ്രകാശം സഞ്ചരിച്ചാൽ 8 മിനിറ്റ് വേണം ഈ ഭൂമി ലോകത്തേക്ക് പ്രകാശം എത്തിച്ചേരാൻ. അപ്പൊ ഞാൻ പറയുന്നത് സൂര്യൻ കൃത്യമായി ഉദിക്കുന്നു. ഇതെല്ലാം ഇവിടെ അത്ഭുതകരമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സൂര്യനെ മുസ്ലിം എന്ന് പറയും. ഭൂമി ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നില്ല, അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ഒരേ ഒരു സൃഷ്ടി, 2 സൃഷ്ടികൾ, ഒന്ന് ഇൻസുമാണ്, മറ്റൊന്ന് ജിന്നുമാണ്. ജിന്നുവർഗവും മനുഷ്യവർഗവുമാണ്. അരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ മനുഷ്യനാണ്. വേണ്ട, അത് നിനക്ക് ഉപദ്രവമാണ്, ഉപകാരമില്ലാത്തതാണ്
എന്ന് പറഞ്ഞാലും അത് ചെയ്യാനുള്ള മാലാകമാരതല്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ലോകത്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന എല്ലാ മൃഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഖുർആൻ പറയുന്നത്. അനുസരണം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തെ ധിക്കരിക്കാതെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ, ദൈവം പഠിപ്പിച്ച എല്ലാ മൂല്യങ്ങളും ഒരാൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ആ മൂല്യം ഉൾക്കൊണ്ടവനെ അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിം. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മനുഷ്യർ നാം ഒന്നാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 2005 ഗർവാപസി എന്നല്ല അതിന്റെ പേര്, ആദിമ തറവാട്ടിലേക്ക് മടങ്ങുക, ആദമിന്റെ തറവാട്ടിലേക്ക് മടങ്ങുക എന്നായിരുന്നു ആ വിഷയം. 2005 രാമനാട്ടുകരയിൽ ഈയുള്ളവൻ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ്. അത് കേട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും നെറ്റിൽ. ഇവിടെ നമ്മൾ പറയുന്ന ഗർവാപസി എന്താണ്? നമ്മൾ പുറകോട്ട് ചെന്നാൽ 1,00,000 വർഷമായി മനുഷ്യർ ഈ ഭൂമുഖത്ത് വന്നിട്ട്. അപ്പൊ ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാരാണ്? ആദാമാണ്, ഹവ്വയാണ്. ആ ആദാമിന്റെ ഹവ്വായുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന സ്വാമിജി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ അരുൺ ജെയ്റ്റ്ലി. എല്ലാവരും ഈ ലോകത്ത് വന്ന മുഴുവൻ ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറും മുസോളിനിയും ഡെമോസ്തനീസും അലക്സാണ്ടർ ദി ഗ്രേറ്റും നെപ്പോളിയൻ ബൊണപ്പാർട്ടും ഒക്കെ ആരാണ്? ആദമിന്റെ മക്കളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ആദമിന്റെ മക്കളാണ്, ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരും എന്ന ഖുർആനിന്റെ കൺസെപ്റ്റ്. അതാണ് മനുഷ്യരെ നാം ഒന്ന്. വിശുദ്ധ ഖുർആൻ ഗർവാപസി പറയുന്ന ഒരു വചനമുണ്ട് ഖുർആനിൽ. ആദമിന്റെ തറവാടിനെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ അങ്ങോട്ട് മടങ്ങണം, നിങ്ങൾ ഭിന്നിച്ചു പോയത് എന്തുകൊണ്ട് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വചനമുണ്ട് ഖുർആനിൽ. അത്ഭുതകരമാണ് ആ ഖുർആനിക വചനം. ഖുർആന്റെ 2-ാം അധ്യായം, വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം, 2-ാം അധ്യായത്തിലെ 213-ാമത്തെ വചനം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, കാനന്നാസു ജനങ്ങളായിരുന്നു, ഉമ്മത്തൻ വാഹിദ ഒരൊറ്റ സമുദായമായിരുന്നു. ഒരൊറ്റ അച്ഛന്റെ അമ്മയുടെയും മക്കളായി അവർ ഒരു തറവാട്ടിൽ ജീവിച്ചു. അപ്പൊ നമുക്ക് ആളുകളെ തിരിച്ചു പിടിക്കാനുള്ളത് എങ്ങോട്ടാണ്? ആര്യമേധാവിത്വത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്കല്ല. ആദ്യ ദ്രാവിഡന്മാരെ തച്ചു തകർത്ത് ആര്യമേധാവിത്വം സ്ഥാപിച്ച് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്ഥാപിച്ച് നരനായാട്ട് നടത്തി കടന്നുപോയ അന്ധമായ ദേശീയതയുടെയോ അന്ധമായ സമൂഹബോധത്തിന്റെയോ അവനാന്റെ സമൂഹം, അവൻ ജനിച്ച തറവാട്, അത് മാത്രമാണ് മഹത്വരം. അതായിരുന്നു ഹിറ്റ്ലർ, അതായിരുന്നു ഹിറ്റ്ലറിന്റെ കാഴ്ചപ്പാട്. അതിന് ലോകം, നിങ്ങൾക്കറിയാം, അതിനെ ലോകം വെറുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ സൃഷ്ടിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ കാഫ് വായിച്ചാൽ, ഓരോ അക്ഷരങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കത് മനസ്സിലാവും. ഇസ്ലാം വെറുപ്പിന്റെ വിത്ത് പാകുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയും. ഇസ്ലാം ഒരിക്കലും വെറുപ്പിന്റെ വിത്ത്, സത്യസന്ധമായി പഠിച്ചാൽ വെറുപ്പിന്റെ വിത്ത് ഒരിടത്തു പോലും ഇസ്ലാമിന് പാകാൻ സാധിക്കില്ല. ഞാനത് ഉറച്ചു പറയുന്നു, തെളിവ് സഹിതം. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യരൊക്കെ നടന്നാൽ, പിറകോട്ട് നടന്നാൽ, ആ 1,00,000ത്തിന്റെ ആദ്യ അവസ്ഥയല്ലേ, അതിലേക്ക് കടന്നാൽ ഒരു അച്ഛനെയും അമ്മയെയും കാണാം. ആ അച്ഛന്റെയും അമ്മയുടെയും തറവാട്ടിലേക്ക് നമ്മൾ ഒന്നിച്ചു ചേർന്നാൽ, മക്കളെ നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ആ വചനത്തിലുള്ള മനുഷ്യരെ, ഒരാത്മാവിൽ നിന്നാണ് നിങ്ങളുടെ തുടക്കം. വല്ലാത്തൊരു പരാമർശമാണ്. ഇത്ര മധുരമായ ഒരാത്മാവിൽ നിന്നാണ് നിങ്ങളുടെ തുടക്കം. മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരാത്മാവിൽ നിന്നാണ്. ആ പുരുഷനിൽ നിന്ന് സ്ത്രീയെ, പിന്നെ ലോകത്തെ സ്ത്രീ പുരുഷന്മാരെ മുഴുവനും വിന്യസിച്ചിട്ടുള്ളത് എന്തിൽ നിന്നാണ്? ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. അപ്പൊ ലോകത്തെ മംഗോളിയനായാലും ഓസ്ട്രേലിയക്കാരനായാലും ഇന്തോനേഷ്യക്കാരനായാലും സുഡാനുകാരനായാലും ലബനാനുകാരനായിരുന്നാലും അഫ്ഗാനിസ്ഥാനി ആയിരുന്നാലും ലോകത്തെവിടെ ജീവിക്കുന്ന 714 കോടി മനുഷ്യരും ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാകുന്നു എന്ന ഉജ്ജ്വലമായ ഒരു മെസ്സേജ്, സന്ദേശം വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെക്കുകയാണ്. ഞാനിവിടെ എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനല്ലോ, ലോകത്തിലെ ഏത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഉജ്ജ്വലമായ സംസാരങ്ങൾ തന്നെയാണ്. അധ്യാപകന്റെ സംസാരം ശിഷ്യനും, മാതാപിതാക്കളുടെ സംസാരം മകനും, ഭർത്താവിന്റെ സംസാരം ഭാര്യയും, ഉമ്മയുടെ സംസാരം മക്കളും ഒക്കെ സാഗൂതം കേൾക്കുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ അർജുനനോട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ചില മനോഹരമായ വാചകങ്ങളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, ശ്രുമേ പരം വജ. അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. കാര്യങ്ങളെ ശ്രദ്ധിച്ച്, അപഗ്രഥനാത്മകമായ സ്വഭാവത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം. 18 അധ്യായമുള്ള ഗീത അവസാനിക്കുമ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ല,
നീ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടി കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വിമർശി എന്ന സംസ്കൃത പദം ഉപയോഗിച്ചുകൊണ്ടാണ്. നീ അതിനെ വിമർശനാത്മകമായി കണ്ടോ. നമുക്കിവിടെ ഏത് തത്വത്തെയും വിമർശനത്തോടുകൂടി കാണാം, പക്ഷേ അത് പോസിറ്റീവായിരിക്കണം, രചനാപരമായിരിക്കണം എന്നർത്ഥം. നമ്മൾ ഏത് വിമർശനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാവണം. ആ വിമർശിക്കുമ്പോൾ അടുത്തത് അവരുടെ വിശദീകരണം, അവരുടെ ക്ലാരിഫിക്കേഷൻ കേൾക്കാനും നമ്മൾ സന്നദ്ധരാകണം. അത് മാത്രമാണ് നമുക്കിടയിലുള്ള പ്രശ്നം. കേൾക്കില്ല, ഒരിക്കലും കേൾക്കാൻ സന്നദ്ധനാവില്ല. അതുകൊണ്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ചിത്രകൂടത്തിൽ വരുന്നവരെ ഒന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വരുന്നവരെ ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞ വാചകങ്ങൾ എന്താണ്? ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലും, കാമവശനായ എൻ്റെ അച്ഛനെ ഞാൻ കൊല്ലും, എൻ്റെ ആവണായിലെ അമ്പുകൾ വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല, നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പൊരുത്തപ്പെട്ടില്ല, ഞാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ലക്ഷ്മണൻ പറയുന്നത്. ആ ലക്ഷ്മണനോട് ചിത്രകൂടത്തിൽ വന്നപ്പോ പറയുന്നെന്താ? വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ, സംസാരകാരിണി ആയത് വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാകിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. മനോഹരമാണ് അവൻ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ആ വരി ഈ നാട്ടിലെ ഹൈന്ദവരെങ്ങാനും നെഞ്ചകത്തേറ്റിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ വാചകം? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമ്യത ഉണ്ടാക്കുന്നവെന്നാണ്. രണ്ടാളുകൾ തമ്മിൽ സംഘട്ടനമുണ്ടായാൽ അവർക്കിടയിൽ അരുതേ എന്ന് പറയുന്ന ആളാണ് ആര്? രാമൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം. അയോധ്യ എന്ന് പറഞ്ഞാലോ യുദ്ധമില്ലാത്ത ഭൂമി. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് അതിനർത്ഥം. ഇനി എന്താ ഇവിടെ പറയുന്നത്? വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം. അല്ലയോ സുമിത്രയുടെ പുത്ര, ഞാൻ പറയണമെന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ് പറയുന്നത്. നിന്നെ ഇങ്ങനെയൊക്കെ സംസാരിപ്പിച്ചത്, വൈകാരികമായി പ്രതികരിപ്പിച്ചത് എന്താണ്? അത് നിന്റെ അറിവില്ലായ്മയാണ്. അച്ഛനെ കൊല്ലും ഞാൻ, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെയുള്ള വാചകണ്ടല്ലോ, അത് നിന്റെ അറിവില്ലായ്മയാണ്. എന്തിനാ സിംഹാസനം? അധികാരം എന്ന് പറയുന്നത് ക്ഷണപ്രഭാചഞ്ചലമല്ലേ ലക്ഷ്മണ? അധികാര സോപാനങ്ങളിൽ ഇരിക്കാൻ മനുഷ്യരെ തമ്മിൽ തെല്ലിച്ച് സ്വന്തം അച്ഛനെ കൊന്ന് അധികാര സോപാനം എനിക്ക് വേണ്ട. അതിന് ശ്രീരാമൻ ഉപയോഗിച്ച പദം എന്താ? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക വാചകം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാകിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ, ഭോഗങ്ങൾ തേടുന്നു. അതായത് ചക്ഷുശ്രവണൻ പാമ്പ്, ദർദുരം തവള, പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള. പിന്നെയും അതായത് പാമ്പിന്റെ വായിലാണ് തവളയുള്ളത്, എന്നിട്ടും തവള തൊട്ട് മുമ്പിലുള്ള പ്രാണിക്ക് നേരെ നാമം നീട്ടുകയാണ്. കാലാകിന പരിഗ്രസ്തമാം ലോകം, കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട തവളയില്ലേ, അതുപോലെ ആ കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് നമ്മൾ സുഖത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാലം നമ്മളെ തിരിച്ചു വിളിച്ചാൽ അവസാനിക്കാന്ന ലക്ഷ്മണ നമ്മുടെ ജീവിതം. അധികാര ദുരമൂത്ത്, അവകാശ ദുരമൂത്ത്, അടക്കി ഭരിക്കാനുള്ള ചിന്തയോർത്ത് ഈ നാടിനെ നമ്മളൊരിക്കലും, ഇത് ഹിറ്റ്ലറിന്റെ തത്വമല്ല, ശ്രീരാമന്റെ തത്വമാണോ ഇന്ത്യ രാജ്യത്തെ ആളുകൾ അംഗീകരിക്കുന്നത്? അത് ശരിക്കും ചിന്തിക്കേണ്ടതുമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ വിശ്വാചാര്യന്മാർ കടന്നു വന്നാൽ പലതും നടക്കും. എനിക്ക് ഉറപ്പാണ്, ശ്രീരാമനും മുഹമ്മദ് നബിയും യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നാൽ അത്ഭുതപ്പെട്ടു പോകും, ആശ്ചര്യപ്പെട്ടു പോകും. പല സംഘടനകളെയും അവർ പിരിച്ചുവിടും, പല ആളുകളെയും അവർ മാറ്റി നിർത്തും, ഉറപ്പാണ്. എന്തുകൊണ്ട്? അവർ പഠിപ്പിച്ചതല്ല ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർ ഭിന്നമായി പോയത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആനിലെ 20-ലധികം സ്ഥലത്ത് ഒരു വേദഗ്രന്ഥം, 114 അധ്യായമുള്ള ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിൽ 20-ലധികം തവണ യാ യുവന്നാസ്, അല്ലയോ മനുഷ്യരെ, എല്ലാരെയാണ് വിളിക്കുന്നത്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ട് പൊതുവായ ചില കാര്യങ്ങൾ പറയണം. ഒന്ന് ഖുർആൻ പറയുന്ന യാ യുവന്നാസ്, മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവല്ലേ, നിങ്ങൾക്ക് സൃഷ്ടി നൽകിയൊരു ശക്തിയില്ലേ, അവനെ കേട്ടോ നിങ്ങൾ ആരാധിക്കേണ്ടത്. എത്ര ലളിതമായൊരു സത്യം. മനുഷ്യരെ, നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ജനപദം ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോയില്ലേ, അവരെയും സൃഷ്ടിച്ചവനാരോ അവനെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ ആ സൃഷ്ടാവിന് ചില ഗുണവിശേഷങ്ങൾ പറഞ്ഞു. ആരാണ് ആ സൃഷ്ടാവ്? മനുഷ്യരെ, നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് എന്നാണ്. ആ ദൈവത്തെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ഗംഭീരമായ ചർച്ചയാണ്, ആർക്കും പരിശോധിക്കാം, ഒരു വളച്ചുകെട്ടുമില്ല. ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറയും,
ഡെപ്തായി ഒരിക്കലും മനുഷ്യന് പ്രാപിക്കാനാവാത്തൊരവസ്ഥ ഖുർആനിലില്ല. ലളിതം, സുന്ദരം, സുഗ്രാഹ്യം ഏത് നാടൻ മനുഷ്യനും വായിക്കും. അതാണ് പാടച്ചു പണിയെടുക്കുന്ന ഏത് നാടൻ മനുഷ്യനും ഖുർആൻ വായിച്ചാൽ തിരിയും. മനസ്സിലാകാത്ത ഒരവസ്ഥയില്ല. വായിച്ചാലും തീരാത്ത അറിയാത്ത ഒന്നും അതിലില്ല. വായിച്ചാൽ തീരും, പഠിച്ചാൽ മനസ്സിലാകും ഉറപ്പായിട്ടും. കാരണം അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഞാനിവിടെ ഒന്നുകൂടെ ചോദിക്കേണ്ടത് നിങ്ങളോട്, വേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദം അറിവ് എന്നാണ്. വേദത്തിലെ അറിവ് എന്തിനാണ്? മനുഷ്യർക്കാണ്. മനുഷ്യമോക്ഷം സാധ്യമാകുന്നത് വേദഗ്രന്ഥങ്ങളിലൂടെയാണ്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ചതുർവേദം, 4 വേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ സവിശേഷമായ ദശോപനിഷത്തുക്കൾ അല്ലേ? ശ്രുതികൾ, സ്മൃതികൾ. എന്താണ് ശ്രുതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടത്, ദൈവവചനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും നശിച്ചു പോവില്ല. അതിനൊരിക്കലും അർത്ഥഭ്രംശം വരില്ല, അപഭ്രംശം വരില്ല, അധർമ്മം കടന്നു വരില്ല. ദൈവം സർവശക്തനാണ്, പക്ഷപാതിത്വമില്ലാത്തവനാണ്, വർഗീയതയില്ലാത്തവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോളൂ. ഖുർആനിൽ 114 അധ്യായമുണ്ട്. അതിന്റെ എല്ലാ ഭാഗത്തും മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരെ വിളിച്ചിട്ട് കുറച്ച് കാര്യം പറയണം. എന്താ പറയുന്നത്? ലോകത്ത് പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ എന്നൊന്നും അത് വിളിച്ചില്ല. ഖുർആൻ വിളിക്കുന്നത് മനുഷ്യരെ. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6 വചനങ്ങൾ. അവിടെയെല്ലാം പറയുന്നത് മനുഷ്യരെ. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യരെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവിടെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു വാചകം പറയാം. 49-ാം അധ്യായം 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ദാ നോക്ക്, നിങ്ങൾ തമ്മിൽ തല്ലണ്ട, കഴുത്തറക്കണ്ട. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നിങ്ങൾ. കണ്ടോ? ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കൾ, ഒരു പിതാവിന്റെ മാതാവിന്റെ മക്കളാ നിങ്ങൾ. നിങ്ങളുടെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ്. വജഅൽനാകും ശൂബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് എന്തിനാണ്? പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ആരാ ദൈവസന്നിധിയിൽ ഏറ്റവും ഉത്തമൻ? ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു, ക്ഷത്രിയനാണെന്ന് പറഞ്ഞു, വൈശ്യനാണെന്ന് പറഞ്ഞു, ശൂദ്രനാണെന്ന് പറഞ്ഞു, അറബിയാണെന്ന് പറഞ്ഞു, അനറബിയാണെന്ന് പറഞ്ഞു? ഇല്ല. UAE-യിലെ ഏതെങ്കിലും ഒരു അറബി എന്ന് പറഞ്ഞു? ഇല്ല. കുവൈത്തിലെ അറബിക്ക് സൗദിയിലെ അറബിയേക്കാൾ മേന്മയുണ്ടെന്ന് പറഞ്ഞു? ഇല്ല. ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. കറുത്ത ബിലാലിനെ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്, കറുത്ത ബിലാലിനെ വെളുത്ത സൽമാനുൽ ഫാരിസിയുടെ കൂടെ ഇരുത്തി 2 പേർക്കും ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി ആ ഒരു പാത്രത്തിൽ നിന്ന് 2 പേരോടും തിന്നാൻ പറഞ്ഞു. മാനവ സമത്വത്തിന്റെ ഗീതം പാടിയ വിശ്വാചാര്യൻ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി. അബൂദർ അൽ ഗഫാരി എന്ന് പറയുന്ന ഒരു സഹാബി, പ്രവാചകൻ അനുചരൻ അബൂദർ, അദ്ദേഹം ബിലാലുമായി ശണ്ട കൂടി. ബിലാൽ റളിയല്ലാഹു അൻഹുമായി ശണ്ട കൂടിയപ്പോ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. ലോകത്തെല്ലാരും ശ്രദ്ധിച്ചു കേൾക്കേണ്ട വാചകൻ. കറുത്തവളുടെ മകനെ. കറുത്തവർ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നില്ലേ? ഇന്നും ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നില്ലേ? ദലിതർക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ടല്ലാതെ വേറെ എന്ത് ലക്ഷ്യമാണ് ആളുകൾക്കുള്ളത്? ശരിക്കും പരിശോധിച്ചു നോക്ക്. അധികാര സോപാനങ്ങളിൽ അള്ളിപ്പിടിച്ച് ജീവിച്ച് അതിന്റെ ചോര ഊറ്റിക്കുടിച്ച് ജീവിക്കാനുള്ള ആർത്തിയല്ലാതെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുമ്പോഴും താഴ്ന്ന ജാതിക്കാരെ നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറയുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ തട്ടിയാണോ? ആത്മാർത്ഥമായിട്ടാണോ? അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് മനുഷ്യ ജീവിതത്തിൽ. നോക്ക്, ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. ഇതാണ് വിഷയം. ബിലാൽ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. പ്രവാചക സന്നിധിയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്നെ അബൂദർ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. സത്യത്തിൽ ബിലാലിനെ ഇങ്ങനെ തോണ്ടിയാൽ കയ്യിൽ കറുപ്പ് വരും, അത്ര കറുപ്പാണ്. പക്ഷേ സുഹൃത്തുക്കളെ, റസൂൽ ചോദിച്ച, ബിലാൽ വിളിച്ചതിൽ എന്താ തെറ്റ്? നിന്റെ ഉമ്മ കറുത്തവളല്ലേ? നീയും കാക്കയെ പോലെ കറുത്തവനല്ലേ? എന്താ പയ്യിൽ തെറ്റ് എന്നല്ല ചോദിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനെ കൊണ്ടുവന്ന് ചോദിച്ചു, അബൂദർ, ബിലാലിനെ കറുത്തവരുടെ മകനെ നീ വിളിച്ചോ, ആക്ഷേപിച്ചുവോ? ബിലാലിന്റെ ഉമ്മയെ ആക്ഷേപിച്ചുവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ അറിയോ? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളി. വിശ്വാചാര്യൻ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ശരിക്ക് കേട്ടോളൂ. പ്രവാചക തിരുമേനി പറയാണ്, അബൂദർ, താങ്കളിൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അബൂദർ, ജാഹിലിയത്തിന്റെ അംശങ്ങൾ, അജ്ഞാനകാലത്തെ വിവരക്കേടുകൾ, ജാഹിലിയത്ത് എന്ന് പറഞ്ഞതാണ് അന്ധകാര നിബിഡമായ കാലഘട്ടത്തിന്റെ അറിവില്ലായ്മ. അബൂദറേ, നിന്റെ മനസ്സിലുണ്ട്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയും ഇസ്ലാമിൽ ഇല്ല അബൂദർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുക ചെയ്ത്. ഇതാണ് ഇസ്ലാം. ഈ ബിലാലിന്റെ പെങ്ങളെ ഈ ബിലാൽ കല്യാണം കഴിച്ചതാരെയാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന ഉന്നത കുലജാതനായ, വെളുത്തു തുടുത്ത സുന്ദരനായ, ഉന്നത കുലജാതനും കോടീശ്വരനുമായ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പെങ്ങളെയാണ് ബിലാൽ കല്യാണം കഴിച്ചത്. ഇസ്ലാമിൽ ഉച്ചനീചത്വം കാണാൻ ആരും വിചാരിക്കരുത്. ഇസ്ലാമിൽ അതില്ല. ഇസ്ലാമിൽ ജാതീയതയില്ല, ഇസ്ലാമിൽ വിഭാഗീയതയില്ല. ഇസ്ലാമിക സമൂഹം ഭിന്നിച്ചു പോയല്ലോ. അതെന്തുകൊണ്ട്? അതും നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണ്ഡിത എന്തുകൊണ്ട്? വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഇസ്ലാമിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. അതായത് വിശുദ്ധ ഖുർആൻ അത് എന്നെയാണല്ലോ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ, മറ്റേ വിഭാഗത്തിന്റെ കയ്യിലും അതേ ഖുർആനാണല്ലോ. അത് തന്നെയാണല്ലോ അപ്പുറത്തുള്ളവരുടെ കയ്യിലും. എന്നിട്ടും എന്തേ അവർ ഭിന്നിച്ചത്? ഏത് സാധാരണക്കാരൻ തോന്നാവുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഖലീഫ ഉമറിന്റെ മനസ്സിലുണ്ടായി. ഖലീഫ ഉമറിന്റെ മനസ്സിൽ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം ഏതാണ്? ആ കാലത്ത് തന്നെ ചെറിയ ചെറിയ ഭിന്നതകൾ ആ സമൂഹത്തിൽ ഇങ്ങനെ തലപൊക്കി തുടങ്ങിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചിന്തിക്കണം, ഒരേ കിബില, ഒരേ പ്രവാചകൻ, ഒരേ വേദഗ്രന്ഥം, എന്തേ അവർ ഭിന്നിച്ചു പോയത്? എന്തേ അവർ ഭിന്നിച്ചു പോയത്? അല്ലെങ്കിൽ എന്താ അവരുടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, ചിലരെങ്കിലും ചില അസ്വാരസ്യങ്ങൾ പറയാൻ, ചില അപശബ്ദങ്ങൾ ഉണ്ടാകാൻ എന്തേ കാരണം? ഒരേ ഖുർആനല്ലേ അവരുടെ കയ്യിൽ എന്ന് ഖലീഫ ഉമർ ചിന്തിക്കുകയാണ്. അപ്പൊ അലി ഇബ്നു അബീ താലിബിനോട് ഖലീഫ ഉമർ ഈ ആശങ്ക പറഞ്ഞു. ഇത് ഞാൻ ശരിക്കുള്ളൊരു വിവരണം തരികയാണ്. ഏഴോം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വായനാശേഷി ഉള്ളവരുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബിനോട് ഈ കാര്യം പറഞ്ഞു. ഒരേ കിബില, ഒരേ പ്രവാചകൻ, ഒരേ വേദഗ്രന്ഥം, എന്തേ അവർക്കിടയിൽ ഭിന്നത ഉണ്ടായത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇബ്നു അബ്ബാസിനോട് ചോദിക്കാം. ഇബ്നു അബ്ബാസ് ഖുർആനിൽ ഏറെ പ്രാവീണ്യം നേടിയ മഹാപണ്ഡിത കേസരി, പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഇബ്നു അബ്ബാസ് വന്നപ്പോ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അതെ, ഈ ഉമ്മത്ത് ഒരേ ഖുർആനാണ് അവരുടെ കയ്യിൽ, സംശയമൊന്നുമില്ല. ഒരേ കിബിലയിലേക്കാണ് അവർ തിരിയുന്നത്, അതിലും സംശയമില്ല. ഒരേ പ്രവാചകൻ തന്നെയാണ്, അതിലും സംശയമില്ല. പിന്നെ എന്തേ അവരിൽ ചെറിയ ചെറിയ ഭിന്നത വരാൻ കാരണം? ഗംഭീരമായൊരു വിവരണമാണ്. അതിന് അദ്ദേഹം പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത്, ശരിക്കും ശ്രദ്ധിക്കണം, ഖുർആൻ ആയത്തുകൾ ഇറങ്ങുന്നു, വചനങ്ങൾ ഇറങ്ങുന്നു. സുമ്മ ഇന്ന അലൈന ബയാന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. ആ ഖുർആനെ പടച്ചോൻ തന്നെ ബയാൻ ചെയ്തു ചില വചനങ്ങളിലൂടെ. ഖുർആൻ അവതരിച്ചു. ആ വാചകത്തിൽ എന്താശയമാണുള്ളത്? ഖുർആനിന്റെ ഒരു സൂക്തം. ആ സൂക്തം എന്തൊരു കാര്യമാണ് ഉൾക്കൊള്ളുന്നത്? അത് പ്രവാചകൻ നേരിട്ട് സഖാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ അനുചരന്മാർ പ്രവാചകനിൽ നിന്നത് കേൾക്കുകയാണ്. അങ്ങനെ പടച്ചോന് ഇഷ്ടപ്പെട്ട വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇബ്നു അബ്ബാസ് പറയാണ്, പ്രവാചകന്റെ മരണത്തിന് ശേഷം എന്തുണ്ടായി? ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവനവന്റെ ഇഷ്ടത്തിനൊത്ത് ഓരോന്നും വ്യാഖ്യാനിച്ചപ്പോൾ എന്തുണ്ടായി? ആ വ്യാഖ്യാനം ചിലർക്ക് ശരിയാന്ന് തോന്നി, അവരാ വ്യാഖ്യാനം പറഞ്ഞവന്റെ കൂടെ പോയി. വേറൊരു ടീം അതേ വാചകത്തിന് വേറൊരു വ്യാഖ്യാനം പറഞ്ഞു, അപ്പൊ അവരതിന്റെ കൂടെ പോയി. ഇത് നിങ്ങൾ ശരിക്കാലോചിക്കണം. ഇവിടെ സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്ക് കൂടെ ഞാൻ വെളിച്ചം വീശുകയാണ്. ഖുർആനിനെ ആർക്കും വ്യാഖ്യാനിക്കാം, പക്ഷേ ഖുർആനിന് കൃത്യമായൊരു വ്യാഖ്യാന രീതിയുണ്ട് ഇസ്ലാമിൽ. എന്തുകൊണ്ടാ അങ്ങനെ? എനിക്ക് സ്വന്തമായൊരു വ്യാഖ്യാനമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വ്യാഖ്യാനിക്കുന്ന പോലെ സ്വാമിജി വ്യാഖ്യാനിക്കാവൂന്ന് ഞാൻ സ്വാമിജിയോട് പറയില്ല, ഞങ്ങൾ ആരും പറയില്ല. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് പോലും വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. സ്വന്തമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പറയാൻ അവകാശമില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാമിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവിൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ. വിശുദ്ധ ഖുർആൻ പറയാണ് 69-ാം അധ്യായം 41 മുതലുള്ള വാചകങ്ങൾ. അതിൽ പറയുന്നത് എന്തറിയോ?
ഒരു വാചകം ദൈവത്തിന്റെ പേരിൽ സ്വന്തമായി ഒരഭിപ്രായം മുഹമ്മദ് നബി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവനാടി അല്ല മുറിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഹൈന്ദവ മതത്തെ ആരുടെ വ്യാഖ്യാനം അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾക്ക് ഇന്ന് വരെ നിശ്ചയമില്ല. ഇന്ന് വരെ ഏത് സന്യാസി പറഞ്ഞ വ്യാഖ്യാനാണ് ശരി? അതായത് ഭഗവത്ഗീതയെ ആര് വ്യാഖ്യാനിച്ച പോലെ സ്വീകരിച്ചാലാണ് സനാതന ധർമ്മം പൂർണ്ണമാവുക, മോക്ഷം പൂർണ്ണമാകുക? അതിവിടെ ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിനൊരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ മുസ്ലിയാർക്കൊത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല, മൗലവിക്കൊത്തും വ്യാഖ്യാനിക്കാൻ പാടില്ല, മുസ്ലിം സംഘടനകൾക്കൊത്തും വ്യാഖ്യാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞത്? പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ നൽകിയിട്ടില്ലാത്ത വ്യാഖ്യാനവും അർത്ഥകൽപ്പനയും പിൽക്കാലക്കാർ നൽകി. അതുകൊണ്ടാ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടായത്. ഇവിടെയും അത് തന്നെ. കേരളത്തിൽ മുസ്ലിമീങ്ങൾ വ്യത്യസ്തമാകാനുള്ള കാരണം എന്താ? അവനവന്റെ യുക്തി, അവനവന്റെ ബുദ്ധി. ഇപ്പൊ യുക്തി വിചാരം ചെയ്ത് ഓരോരുത്തരുടെ യുക്തി. ഞാൻ കഴിഞ്ഞ ദിവസം BJPയുടെ സ്റ്റേറ്റ് നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BJPയുടെ സെൽ കോർഡിനേറ്ററാണ് അദ്ദേഹവും. ഇതുപോലെ ഞങ്ങൾ 1 മണിക്കൂറിലധികം അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി പറയാനും ഹൈന്ദവ ദർശനങ്ങളെ പറ്റി പറയാനും ഒക്കെ നമ്മൾ സമയം കൊടുത്തു. അങ്ങനെ വിപുലമായ ഒരു പരിപാടി പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയിൽ വെച്ച് നടന്നു. അതിൽ അദ്ദേഹം സമർത്ഥിച്ച ഒരു കാര്യം, വേദം യുക്തി വിചാരം ചെയ്ത് ആർക്കും അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഭഗവത്ഗീത ആര് വ്യാഖ്യാനിച്ച പോലെ സ്വീകരിക്കണം? ആരുടെ വ്യാഖ്യാനം? ഓരോ സ്വാമിജിമാർ വരുമ്പോൾ ഓരോ വ്യാഖ്യാനമാണ്. ഇസ്ലാമിൽ അതല്ല. ഇസ്ലാം ആളുകൾക്ക് ഒരു ഒരക്കല്ല് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം ഇത് വളരെ കൃത്യമായി, ഞാൻ വളരെ സത്യസന്ധമായി പറയണേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർണവും മുക്കുമണ്ടവും വേർതിരിക്കാൻ ഒരു മാനദണ്ഡവും ഇല്ല. ഒരാൾ കയ്യിലെടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് പറയുന്നത് ഇത് സ്വർണ്ണാണ്, മുക്കുമണ്ട എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ അയാൾ പറയണേ ഞാൻ പറഞ്ഞല്ലേ നീ അനുസരിച്ചോ. അപ്പൊ മറ്റേ ആള് ഒരക്കല്ലിൽ ഒരതി നോക്കിയിട്ട് പറയണേ ഇത് മുക്കുകൊണ്ടാണ്, അത് സ്വർണ്ണല്ല. ഏയ് എന്റെ വ്യാഖ്യാനം പറയാം എനിക്ക് അവസരം ഉണ്ടാണോ, എന്റെ വ്യാഖ്യാനം പറയാൻ എനിക്ക് അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് പ്രശ്നമാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. സുഹൃത്തുക്കളെ ജ്വല്ലറിയിൽ ഒരു കറുത്ത കട്ട കാണാം, അത് സ്വർണ്ണാണോ വെള്ളിയാണോ തിരിച്ചറിയാനുള്ള മാനദണ്ഡ. ഇസ്ലാമിൽ ഒരു കാര്യം ഇസ്ലാമിൽ ഉള്ളതാണോ അല്ലേന്ന് അറിയാൻ ഒരു മാനദണ്ഡുണ്ട്. അതിന് മൻഹജുസ് സലഫ് എന്നാണ് ഞങ്ങൾ പറയാം. മൻഹജുസ് സലഫ്, അതായത് വിശുദ്ധ ഖുർആനിനെ പ്രവാചകൻ പഠിപ്പിച്ച പ്രഥമ പ്രബോധിത സമൂഹം. ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അതുപോലെ അബൂ തൽഹത്തുൽ അൻസാരി, അബൂ ഉബൈദത്തുൽ ജറാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അത് അബൂ മുസല്ല അശ്അരി, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇങ്ങനെ പ്രവാചകനെ കണ്ട 1,00,000-ലധികം വരുന്ന സ്വഹാബത്ത് പ്രവാചകനിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കിയ ഒറ്റ ഇസ്ലാമേ ഇവിടെ ഉണ്ടാവും. ഒരുപാട് മുസ്ലിം സംഘടനകൾ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ മുസ്ലിം സംഘടനകൾ വ്യത്യസ്തമായി പോയത് ഇതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഈ വചനത്തെ പടച്ചോൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അത് ഖുർആനിലുണ്ട്. ആ വാചകത്തെ പ്രവാചകൻ എങ്ങനെയാ പറഞ്ഞത്? അത് നോക്കുക. പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത എങ്ങനെ? സ്വഹാബികൾ പ്രവാചകനിൽ നിന്ന് ഈ ആശയം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ അതാണ് ലാസ്റ്റ് വർത്താനം. ആ വർത്താനത്തിനപ്പുറത്ത് എനിക്ക് വർത്താനം പറയാൻ അവകാശമില്ല. അങ്ങനെ വർത്താനം പറഞ്ഞാൽ പിന്നെ 6 കോടി മുസ്ലിങ്ങളാ ലോകത്തുള്ളെങ്കിൽ 6 കോടി ഇസ്ലാം ഉണ്ടാവും. ഏതുപോലെ ഇന്ത്യയിലെ ഓരോ മതങ്ങൾ എടുത്തോ, ആ മതങ്ങൾ 6 ലക്ഷം ആളുകളുടെ 6 ലക്ഷം അഭിപ്രായ ഏകീകരണം ഇല്ല. നീ വെറുതെ പറയല്ല, ആത്മാർത്ഥമായി പറയണം. പിന്നെ നമ്മൾ കുറേ വാക്കസർത്ത് നടത്തി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ പാടില്ല. മരിച്ചു പോകും. അതിനിടയ്ക്ക് ഒരു സത്യത്തിൽ എത്തണം. മരിച്ചു പോകുന്നതിനിടയിൽ ഒരു സത്യത്തിൽ എത്തേണ്ടതുണ്ട്. അതെന്താണ്? ആ സത്യം എന്താണ്? ആ സത്യത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സത്യസന്ധമായി നമ്മൾ നീതി പുലർത്തി നമ്മൾ സംസാരിക്കണം. ലോകത്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, ആദ്യത്തെ മനുഷ്യൻ ആദം ഹവ്വ ദമ്പതികൾ, അവരിൽ നിന്നുള്ള മക്കളാണ് എല്ലാവരും. പിന്നെ മനുഷ്യരെങ്ങനെ ഭിന്നമായി? മനുഷ്യർ വികസിച്ചു, വികാസ പരിണാമങ്ങൾ ഉണ്ടായി. മനുഷ്യർ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങി. ലോകത്താദ്യമായി മനുഷ്യർ ഭിന്നിച്ചത് സൃഷ്ടി ആരാധനയിലൂടെയാണ്. സൃഷ്ടികളെ